നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ല 3 ഡയമെൻഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സ്. ഇത് ഞാൻ ബോർഡിൽ കാണുന്നുണ്ടാവും എഴുതിയിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സ്. അതിൽ 4 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മോളിക്കുലർ സോളിഡ്സ്, 2 അയോണിക് സോളിഡ്സ്, 3 മെറ്റാലിക് സോളിഡ്സ്, 4 കോവാലന്റ് ഓർ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ എത്ര ടൈപ്പ് സോളിഡ്സ് ഉണ്ട്? മോളിക്കുലർ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് എത്ര ടൈപ്പായി ഡിവൈഡ് ചെയ്തു? 4 ആയിട്ട്. ഇന്റർ മോളിക്കുലർ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിൽ 1 മോളിക്കുലർ സോളിഡ് ആണ്, 2 അയോണിക് സോളിഡ് ആണ്, 3 മെറ്റാലിക് സോളിഡ് ആണ്, 4 കോവാലന്റ് സോളിഡ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സോളിഡ്സ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സോളിഡ് മോളിക്കുലർ സോളിഡിൽ 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് നോൺ പോളാർ, രണ്ടാമത്തെ പോളാർ, മൂന്നാമത്തെ ഹൈഡ്രജൻ ബോണ്ടഡ്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ സോളിഡ് എത്ര ഉണ്ട്? 3 എണ്ണം. ഏതൊക്കെയാണ്? നോൺ പോളാർ, പോളാർ ആൻഡ് പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്. ഈ മോളിക്കുലർ സോളിഡ് ഈ 3 ഏതിലായാലും കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, അതിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ആ പാർട്ടിക്കിൾസ് എന്താണ്? മോളിക്യൂൾസ് ആണ്. മനസ്സിലായോ? കൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, അതിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിനാണ് മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനെ പലതരത്തിലുള്ള ഫോഴ്സ്, 3 ടൈപ്പ് ഫോഴ്സ് ആണ് ഇതിൽ കാണുന്നത്. ഒന്ന്, നോൺ പോളാർ ആണെങ്കിൽ നോൺ പോളാർ ആയ മോളിക്യൂളിൽ വാൻഡർവാൾസ് ഫോഴ്സ് ആയിരിക്കും. വാൻഡർവാൾസ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ ഒരു പഠിച്ച ഏത്? ലണ്ടൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ്. ഓക്കെ, ഡിസ്പേർഷൻ ഫോഴ്സ് മാറിപ്പോയി കേട്ടോ. ലണ്ടൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ്, അതായത് വാൻഡർവാൾസ് ഫോഴ്സ്. ഓക്കെ, വീക്കായിട്ടുള്ള ഫോഴ്സാണ് നോൺ പോളാർ സോളിഡ്സിൽ. ബോർഡ് കാണുന്നില്ലല്ലോ, വീക്കായ ഫോഴ്സാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ, ഇതിലെല്ലാത്തിലും വേണ്ടുന്നത് നമ്മൾ എന്താണ് ഫോഴ്സ്, അതുപോലെ തന്നെ അത് കണ്ടക്ടർ ആണോ, അതിന്റെ എക്സാമ്പിൾ എന്താണ്, അതുപോലെ തന്നെ അത് മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്, ലോ ആണോ ഹൈ ആണോ, ഇതാണ് അതിൽ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, അതിൽ യെസ്, നോൺ പോളാർ സോളിഡിൽ ഏതാ ഫോഴ്സ്? വളരെ വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സ് അല്ലേ. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു നോക്കൊന്നും വേണ്ട, ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ അതുപോലെ ഒന്നും എഴുതിയിട്ടില്ല. കേട്ടില്ലേ? എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചിട്ടില്ല. ഡൈപോൾ മൊമെന്റ് 0 മോളിക്യൂളുകൾ, അതുപോലെ തന്നെ മോണോ ആറ്റമിക് ആയിട്ടുള്ള ഏത് മോളിക്യൂളായാലും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അത് ഇതിൽ ഞാൻ എഴുതിയിട്ട് ഹീലിയം, ക്ലോറിൻ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എക്സാമ്പിൾ ഒക്കെ എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ബെൻസീൻ, ക്ലോറിൻ, ഹീലിയം, ആർഗൺ എക്സെട്ര. അപ്പൊ അതിന് നിങ്ങൾ എക്സാമ്പിൾ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? കഴിഞ്ഞ വർഷം പഠിച്ച ഡൈപോൾ മൊമെന്റ് 0 ആയ മോളിക്യൂൾസ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഏത് മോണോ ആറ്റമിക് ആയിട്ടുള്ള മോളിക്യൂൾസ്. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ അതേപോലെ ഡയാറ്റമിക് ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസും, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, അതൊക്കെ എന്താണ്? ഏതിന് എക്സാമ്പിൾ ആണ്? നോൺ പോളാർ സോളിഡിന്. മനസ്സിലായേ? പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത ഏത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. മറ്റേ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഏതിന്? നോൺ പോളാർ സോളിഡ്സ്. കിട്ടില്ലേ? നോൺ പോളാർ സോളിഡ്സിന് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്നാൽ പോളാർ സോളിഡ്സിന് എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പഠിച്ചില്ലേ? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതേ സമയത്ത് മൂന്നാമത്തെ മോളിക്കുലർ സോളിഡ് ആണ് പോളാർ ഹൈഡ്രജൻ ബോണ്ടഡ്. അത് ആ പേര് തന്നെ എന്തായിരിക്കും? അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള മോളിക്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അമോണിയ, വാട്ടർ, സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, OH ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? NH-OH. ഇത് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ടിങ് HF. അപ്പൊ ഇതൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ് മോളിക്കുലർ സോളിഡ് ആണ്. ക്ലിയർ ആയി? എക്സാമ്പിൾ എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ച ഹൈഡ്രജൻ ബോണ്ടിങ് അറിയില്ലേ? ആ ഹൈഡ്രജൻ ബോണ്ടിങ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാട്ടറിന്റെ ഏതാണ് സോളിഡ്? ഐസ് അല്ലേ. അപ്പൊ ഐസിന് നമുക്കറിയാം ഐസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ നോൺ കണ്ടക്ടർ ആണ്. അതോടൊപ്പം ഏത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മനസ്സിലായേ? മെൽറ്റിംഗ് പോയിന്റ് കുറവല്ലേ, 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏത്? ഒരു കാര്യത്തിലെല്ലാം ഏതാണ്? നോൺ കണ്ടക്ടർ ആണ്. മറ്റേതിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഏതിന്? നോൺ പോളാർ സോളിഡ്സിന്. മറ്റേ രണ്ടിലും ലോ മെൽറ്റിംഗ് പോയിന്റ്. പഠിച്ചില്ലേ? അപ്പോൾ മോളിക്കുലർ സോളിഡ് എത്ര ടൈപ്പ് ഉണ്ട്? ക്ലിയർ ആയല്ലോ? മോളിക്കുലർ സോളിഡ് എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ്. എന്തൊക്കെയാണ്? നോൺ പോളാർ,
പോളാർ, പിന്നെ പോളാർ ഹൈഡ്രജൻ ബോണ്ട്. പഠിച്ചില്ലേ? പോളാർ, നോൺ പോളാർ, പോളാർ ആൻഡ് പോളാർ ഹൈഡ്രജൻ ബോണ്ട്. എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ ഐഡിയ പറഞ്ഞു. നോൺ കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ നോൺ പോളാർ മാത്രം വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബാക്കി രണ്ടെണ്ണം ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പഠിച്ചല്ലോ. ദെൻ നെക്സ്റ്റ് അയോണിക് സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സ് നമുക്ക് അറിയാലോ, പാർട്ടിക്കിൾസ് അയോൺസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? പാർട്ടിക്കിൾസ് ഏതാ? അയോൺസ്. അയോണുകൾ തമ്മിൽ അട്രാക്ഷൻ അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതാണ് ഞാൻ എഴുതിയിട്ടില്ലേ, കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ക്ലിയർ? ശരി, അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതിക്കൂടെ? എല്ലാ അയോണിക് കോമ്പൗണ്ടും എന്താണ്? അയോണിക് സോളിഡ്സും എന്താണ്? എല്ലാ അയോണിക് കോമ്പൗണ്ട്സും അയോണിക് സോളിഡ്സ് ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, Na2SO4 അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് ഇതിന്റെ പ്രത്യേകത, ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇതിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ, മനസ്സിലായി, മെൽറ്റ് ചെയ്ത സ്റ്റേറ്റിലേക്ക് മാത്രം എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഏത് വാട്ടറിൽ, അക്വസ് സൊല്യൂഷനിൽ എന്ത് ചെയ്യും? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ എഴുതിയിട്ടത്? കണ്ടക്ടർ ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. ഓക്കെ. അതുപോലെ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അയോണിക് സോളിഡ്സ് നമുക്ക് ഏകദേശം പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. എന്താണ് ഇന്ററാക്ഷൻ? കൂളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മനസ്സിലായില്ലേ? അതിപ്പോ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ്. ഓക്കെ. ദെൻ ഏത്? അതുപോലെ തന്നെ ഏത് എക്സാമ്പിൾ നമുക്ക് എഴുതാറിയാം. പിന്നെ കണ്ടക്ടർ ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. പഠിച്ചില്ലേ? കണ്ടക്ടർ ഇൻ മോൾട്ടൺ ആൻഡ് അക്വസ് സ്റ്റേറ്റ്. അതിന്റെ അർത്ഥം സോളിഡ് സ്റ്റേറ്റിൽ എന്തല്ല, അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ. മെൽറ്റിംഗ് പോയിന്റോ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് എന്താണ്? മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന്റെ അയോണും അതിന് ചുറ്റും കുറെ ഇലക്ട്രോണുകളും. മനസ്സിലായില്ലേ? ആ മെറ്റലിന്റെ അയോണിനെ കേണൽ എന്ന് പറയും. അതിന് ചുറ്റും കുറെ മൊബൈൽ ഇലക്ട്രോൺസ്. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഷോർട്ട് ഫോമിൽ. മെറ്റാലിക് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ ആയല്ലോ? മെറ്റാലിക് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഏത് മെറ്റൽ എഴുതാം, കോപ്പറോ സിൽവറോ ഗോൾഡോ അയണോ, അങ്ങനത്തെ ഏത് എക്സാമ്പിൾ എഴുതാം. ക്ലിയർ ആയല്ലോ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. മെറ്റൽസ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അപ്പൊ കണ്ടക്ടർ ആണ്. മനസ്സിലായല്ലോ? ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് ലോ ടു ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്താ അങ്ങനെ എഴുതാൻ കാരണം? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസും ഉണ്ട്, പിന്നെയോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസും ഉണ്ട്. അതുകൊണ്ട് ലോ ടു ഹൈ മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ അടുത്തത് ഏതാണ്? കോവാലന്റ് ഓർ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് ഓർ 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് സോളിഡ്സ്. അത് പിന്നെ എന്താണ്? കോവാലന്റ് ബോണ്ടിങ് ആണെന്ന് അറിയാലോ. ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്? കോവാലന്റ് ബോണ്ടിങ്. അപ്പോൾ പിന്നെ ഈ കോവാലന്റ്ലി ബോണ്ടിന്റെ ആറ്റംസ് ഉണ്ടാവില്ലേ? ഓക്കെ. ദെൻ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. എന്തൊക്കെയാ എക്സാമ്പിൾ? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ്, അലൂമിനിയം നൈട്രൈഡ്, സിലിക്ക ഇല്ലേ, സിലിക്ക SiO2, സിലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏത് സോളിഡാണ്? ഈ സോളിഡ് പറ. യെസ്, കോവാലന്റ് സോളിഡ്സ് ആണ്. ക്ലിയർ ആയോ? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? ഇലക്ട്രിസിറ്റി മിക്കവാറും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. ഗ്രാഫൈറ്റ് മാത്രം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ നോൺ കണ്ടക്ടർ ആണ്. ഞാൻ എഴുതിയ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതിയത് നോൺ കണ്ടക്ടർ എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഓക്കെ. ഇനി വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഗ്രാഫൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പൊ ഇത് given account of classification of solids based on molecular force പറഞ്ഞാൽ വളരെ നീറ്റ് എഴുതി കൂടെ? Yes. Next is classification of solids based on arrangement of particles. അതായത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഈ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോളിഡ്സിന്റെ അറേഞ്ച്മെന്റ് ക്ലിയർ ആയി പഠിക്കാൻ ശേഷം മാത്രമേ അത് എന്താണ് അറേഞ്ച്മെന്റിന്റെ ഐഡിയ എന്ന് ക്ലിയർ ആയി. ഇതിലിപ്പോൾ ഞാൻ അതിന്റെ ഡിഫറൻസ് പരിധി ചോദിക്കുന്നതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ അറേഞ്ച്മെന്റ് അത് ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്യും. ഒരു സ്ഥലത്തും എന്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഡിഫറൻസ് ഉണ്ടാവില്ല. അടുത്ത സെക്ഷനിൽ വളരെ ക്ലിയർ ആക്കി ഞാൻ തരാം. കിട്ടില്ലേ? അപ്പോൾ എന്താണ്? ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താണ്? റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. Clear? Regular arrangement of particles. Regular arrangement of particles എന്ന് പറഞ്ഞാൽ that is എന്ത് എഴുതിയാൽ മതി?
ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ലേ, നമ്മൾ ഒരു ചെറിയ മൈക്രോ റീജിയനിൽ നോക്കിയാൽ തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പാർട്ടിക്കിൾസ് കാണപ്പെടും. ഓക്കെ, അപ്പോൾ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ലോങ് റേഞ്ച് ഓർഡർ. ഇത് നമ്മൾ എന്ത് എഴുതിയാൽ മതി, നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി, ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് എന്താണ്, ഷോർട്ട് റേഞ്ച് ഓർഡർ. ഷോർട്ട് റേഞ്ച് ഓർഡർ. ഓക്കെ, പിന്നെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് യഥാർത്ഥ സോളിഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ ട്രൂ സോളിഡ്സ് എന്ന് പറയും. എന്താ പറയുക, ട്രൂ സോളിഡ്സ്. കിട്ടില്ലേ, 2 or 3 ഡിഫറൻസ് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും. ഓക്കെ, ഇത് ട്രൂ സോളിഡ്സ് ആണ്. ട്രൂ സോളിഡ്സ്. ട്രൂ സോളിഡ്സ് ആണ് ഇത്, പഠിച്ചില്ലേ, ട്രൂ സോളിഡ്സ്. എന്നാലേ മറ്റേത് സൂപ്പർ കൂൾഡ് ട്രൂ സോളിഡ്സ് അല്ല. അപ്പൊ സീഡോ സോളിഡ്സ് എന്ന് പറയും. സീഡോ സോളിഡ്സ്. സീഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്താ പറയാ, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ക്ലിയർ, pseudo solids or super cooled liquids. Clear ആയല്ലോ. Then മൂന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് ഇതിന്റെ പറയാം എന്താ ട്രൂ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ്, മനസ്സിലായ അങ്ങനെയുള്ള സാധനമൊക്കെ എന്താണ്, ട്രൂ സോളിഡ് ആണ്. മനസ്സിലായില്ലേ? എന്നാൽ ഗ്ലാസ് അല്ലേ, അത് അമോർഫസ് സോളിഡ് ആണ്. എന്താണ്, അമോർഫസ് സോളിഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഏത്, ഈ പോളിമർ ഇല്ലേ, പ്ലാസ്റ്റിക്, റബ്ബർ, അതുപോലെ എല്ലാ പോളിമേഴ്സും എന്താണ്, അമോർഫസ് സോളിഡ് ആണ്. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. ബാക്കി നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ എന്ത് സോളിഡ് ആണ്, ട്രൂ സോളിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഏത് എക്സാമ്പിൾ ഓൾറെഡി പഠിച്ചു വെച്ചു. അമോർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ വെക്കുന്നത് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് ആൻഡ് അതർ പോളിമേഴ്സ്. പഠിച്ചില്ലേ? ഓക്കെ, ദെൻ അപ്പോൾ ട്രൂ സോളിഡ് ആണ്, സീഡോ സോളിഡ് ആണ്. സീഡോ സോളിഡ് ഫോൾസ് അല്ലേ, സീഡോ ഫോൾസ്. ഓക്കെ, ദെൻ മൂന്നാമത്തത് എന്താണ്, ഇതിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് സബ്സ്റ്റൻസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 350 Kelvin ആണ്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് 350 Kelvin മെൽറ്റിംഗ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇതിനൊരു റേഞ്ചിലാണ് മെൽറ്റ് ചെയ്യുക. ഇത്ര മുതൽ ഇത്ര വരെ പറയും. ഏത്, അമോർഫസ് സോളിഡ്. അപ്പൊ ഏതിനാണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്? ക്രിസ്റ്റലൈൻ സോളിഡിനാണോ അമോർഫസ് സോളിഡിനാണോ? ക്രിസ്റ്റലൈൻ സോളിഡ് അല്ലേ. അതോടൊപ്പം അതിന് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടാവും. ഏതിന്, ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണ്ട, എന്താ എൻതാൽപ്പി വേപ്പറൈസേഷൻ കഴിഞ്ഞ പഠിച്ചല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഒരു മോൾ എൻതാൽപ്പി വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത ഡിഫറൻസ് എന്തായി പറയാം? യെസ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് characteristic heat of vaporization. Characteristic heat of vaporization. Heat of vaporization. Okay, sharp melting point and characteristic heat of vaporization. Clear അല്ലേ? ഇതാണല്ലോ. ഇത് is they melts over a wide range of temperature. A wide range of temperature. Okay, wide range of temperature. Clear ആയില്ലേ? Wide range of temperature. Clear ആയല്ലോ. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക്കും അനൈസോട്രോപിക്കും. അതായത് ഞാൻ അതിൽ തന്നെ പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. ഐസോട്രോപ്പി അനൈസോട്രോപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ പിന്നെ ആ സോളിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ ഐസോട്രോപിക് എന്ന് പറയും. എല്ലാ ഡയറക്ഷനിലും സെയിം അല്ലെങ്കിലോ അനൈസോട്രോപിക് എന്ന് പറയും. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലേ, അത് എല്ലാ ഡയറക്ഷനിലും ഒരേപോലെയാണെന്ന് എന്ന് വിളിക്കും ഐസോട്രോപിക്. എല്ലാ ഭാഗത്തും എല്ലാ എല്ലാ ഡയറക്ഷനിലും ഒരുപോലെയാണെന്ന് വിളിക്കും ഐസോട്രോപിക്. എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ അല്ലെങ്കിലോ അനൈസോട്രോപിക് എന്ന് വിളിക്കും. ഇവിടെ ഓർമ്മിക്കേണ്ടത് അമോർഫസ് സോളിഡ് ആണ് ഐസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡോ എന്താ, ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക്. പഠിച്ചില്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ചാൽ നോക്കുക. കേസ് 4 എന്താ പറ, അനൈസോട്രോപിക്.
അനൈസോട്രോപിക്. എന്താ ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ? എന്താണ്? യെസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ അല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് different in different directions. ഓക്കെ, എന്നാൽ ഇത് ഐസോട്രോപിക് ആണ്. ഐസോട്രോപിക് എന്താ ഐസോട്രോപിക്കിന്റെ അർത്ഥം? Yes, physical properties same in all directions. Physical properties same in all directions. Same in all directions. ശരിയല്ലേ? ഓക്കെ, പൈന ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഒന്ന് പഠിക്കണം. അപ്പോൾ ഒന്ന് ആ ഡിഫറൻസ് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? എല്ലാവരും എഴുതിയെടുത്തല്ലോ. ഇനി ആ പ്രോപ്പർട്ടീസ് നോക്കി ഒന്ന് ഓർഡർ ഇപ്പോൾ ഞാൻ എഴുതിയ പോലെ ഐഡിയയിൽ പഠിച്ച എന്തൊക്കെയാണ്? ഒന്ന്, റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ലോങ് റേഞ്ച് ഓർഡർ. ഏതില്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ പഠിച്ചല്ലോ. രണ്ടാമത്തെ ട്രൂ സോളിഡ്സ്, മറ്റേതോ സ്പീഡ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. പഠിച്ചില്ലേ? പെട്ടെന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് characteristic heat of vaporization. ഇതിലോ they melt over a wide range of temperature. അതിന്റെ അർത്ഥം ശരിയായി. ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയുന്നത് നമ്മളെ അതാണ്. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി അനൈസോട്രോപിക്കിന്റെ അർത്ഥം ഞാൻ ബോർഡിൽ ഏറ്റവും സിമ്പിൾ ചെയ്തിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ക്ലിയർ ആയോ? എന്നാലോ ഐസോട്രോപിക് ആണ് അമോർഫസ് സോളിഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ അമോർഫസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും നിങ്ങൾക്ക് എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. കിട്ടില്ലേ? അമോർഫസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലാസ്, അതുപോലെ തന്നെ ഏത് പ്ലാസ്റ്റിക്, റബ്ബർ, അതുപോലെ എല്ലാ പോളിമേഴ്സും. റബ്ബറും പ്ലാസ്റ്റിക്കും ഒക്കെ പോളിമറാണ്. അപ്പൊ എല്ലാം PVC. മനസ്സിലില്ലേ? ഓക്കെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏത് സോളിഡ് ആണ്? അമോർഫസ് സോളിഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സ്പേസ് ലാറ്റൈസ് ആൻഡ് യൂണിറ്റ് സെൽ. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ഡയമെൻഷണൽ ഐഡിയ വേണം. ഞാൻ ബോർഡിൽ നിങ്ങൾ മുമ്പ് തന്നെ പെട്ടെന്നൊന്ന് വരയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് വരയ്ക്കാനുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ശരിയാവുമോ അതെനിക്കറിയില്ല. ഞാൻ ഏതാണ്ട് വേഗത്തിൽ വരയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് സമയം അത്ര പോയി കഴിഞ്ഞാൽ അത്രയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് അധികം സമയം ഉപയോഗിക്കാത്തത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഐഡിയ മാത്രമേ വരയ്ക്കുള്ളൂ ഇപ്പം. ഓക്കെ, ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ മുമ്പ് തന്നെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ വരയ്ക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അളവെടുത്ത് വരച്ചു വെക്കാം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യണില്ല.
ഒരു ചെറിയ പോർഷൻ മാത്രം വരച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ ഇതിന്റെ പാർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഒരേ അളവിലൊന്നും ആയിട്ടുണ്ടാവില്ല വരച്ചത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ മുമ്പ് തന്നെ വരക്കണം, എന്നാലേ ഇത് കാര്യമുള്ളൂ. അപ്പോൾ ഏകദേശം വരച്ച് റെഡി ആയി തോന്നുന്നു, വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലിസൺ. അപ്പോൾ ഞാൻ ഒരു പാർട്ടിക്കിൾസ് ഇതിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചാണ്, സ്പീഡിൽ വരച്ചാണ്. അതുകൊണ്ട് ചെറിയ പകപ്പഴകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കാം. ഈ ചിത്രത്തില് ഈ കാണുന്ന ഓരോന്നാണ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിൾസ് മാത്രം നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചാല് അതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്, മനസ്സിലാവില്ല. മനസ്സിലാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വരകളൊക്കെ വരച്ചാണ് വിചാരിച്ചത്. ഇത് ഈ കംപ്ലീറ്റ് അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കും സ്പേസ് ലാറ്റിസ്. പഠിച്ചോ? So what is space lattice? The 3-dimensional arrangement of lattice point is called space lattice. പഠിച്ചില്ലേ? What is space lattice? The 3-dimensional arrangement of particles. Lattice point. Lattice എന്താ ഈ lattice point പറഞ്ഞാൽ? എവിടെയാണോ പാർട്ടിക്കിൾ കാണുന്നത് അതിനെ എന്ത് വിളിക്കും? lattice point എന്ന് വിളിക്കും. എവിടെ പാർട്ടിക്കിൾസ് കാണുന്നോ ആ സ്ഥലത്തെ എന്ത് വിളിക്കും? lattice point. So what is a lattice point? The point at which the particles are located in a crystal. The point at which particles are located in a crystal is called the lattice point. ആ lattice point ന്റെ 3-dimensional arrangement നെ എന്ത് വിളിക്കും? Space lattice. ക്ലിയർ ആയോ? ഞാനിപ്പോൾ ആദ്യം തന്നെ ഇത് മാത്രം വരച്ചാൽ നിങ്ങൾക്ക് 3-dimensional arrangement ആണ് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മുമ്പ് തന്നെ നേരത്തെ വരച്ചു വെക്കാതെ ഇത് വരച്ചത് ഓൾമോസ്റ്റ് നമുക്കൊരു 3-dimensional arrangement പോലെ തോന്നുന്നുണ്ടല്ലോ. ഉണ്ട്, മനസ്സിലായില്ലേ? വരക്കാൻ പഠിക്കുന്നു വേണ്ട. ഓക്കെ, ഇതാണ് സ്പേസ് ലാറ്റിസ്. അപ്പൊ എല്ലാവരും സ്പേസ് ലാറ്റിസ് പഠിച്ചോ? എഴുതിയെടുക്കുക. വാട്ട് ഈസ് സ്പേസ് ലാറ്റിസ്? ദി 3-dimensional arrangement of lattice point is called space lattice. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ആ ലാറ്റിസ് അതിലൊരു ചെറിയ ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ് നോക്കിയേ. ഇതൊന്ന് നോക്കിയേ, ഇത് നോക്കിയേ, ഏതുപോലെ ഉണ്ട്? ഏകദേശം ഒരു ക്യൂബ് പോലെ ഇല്ലേ? ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് ഏറ്റവും ചെറിയ റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? കുറെ ക്യൂബുകൾ അതിന്റെ ഫേസിനോട് ചേർന്ന് നിൽക്കുന്നതിന് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. ഒരു യൂണിറ്റ് സെൽ ആവണമെങ്കിൽ അതിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, ഇതാണ് 2 പ്ലെയിൻ തമ്മിൽ അകലം. കണ്ടില്ലേ? ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസും ഇന്റർഫേഷ്യൽ ആംഗിൾ, ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ. മനസ്സിലായോ? പഠിച്ചില്ലേ? ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസും ഇന്റർഫേഷ്യൽ ആംഗിൾ. ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസ് 3 ഉണ്ടാവുക, ABC 3 അല്ലേ മാറുക? ഇപ്പൊ ഒരു മാച്ച് ബോക്സ് നോക്കി കഴിഞ്ഞാലേ, മാച്ച് ബോക്സിന്റെ ഇത് നോക്കിയേ, എയും 1, ബി 1, പിന്നെയോ സി 1, 3 വ്യത്യാസം ഇല്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ പക്ഷെ ക്യൂബിനാണെങ്കിലോ എയും ബിയും സിയും ഒക്കെ എന്തായിരിക്കും? സെയിം ആയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്രയും പോയിന്റ് പഠിച്ചോ? ഇതിലിപ്പോ റിപ്പീറ്റ് ചെയ്ത് ചെറിയ യൂണിറ്റ് ഏതാ നോക്കിയാൽ നിങ്ങൾ എന്താ പറയാ? ക്യൂബ് എന്ന് പറയില്ലേ? പറയും. അപ്പൊ ക്യൂബ് ആണ് യൂണിറ്റ് സെൽ. പഠിച്ചോ? കുറെ ക്യൂബുകൾ ഒന്നിനോടൊന്ന് ചേർത്ത് നിൽക്കുന്ന ഒരു ഡയഗ്രമാണ് ഇത്. മനസ്സിലായോ? ക്ലിയർ ആയത്? അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്തൊക്കെ പഠിച്ചു? എന്താണ് ലാറ്റൈസ് പോയിന്റ് പഠിച്ചു, എന്താണ് സ്പേസ് ലാറ്റൈസ് പഠിച്ചു, എന്താണ് യൂണിറ്റ് സെൽ പഠിച്ചു. ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്ത് 2 പാരാമീറ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസസ് ABC ആൻഡ് ഇന്റർഫേഷ്യൽ ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ. പഠിച്ചില്ലേ? ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസസ് ABC ആൻഡ് interfacial angles alpha beta gamma. Okay, yes. ഒന്നുകൂടെ പറഞ്ഞുതരാം. The point at which particles are located in a crystal
is called lattice point. Is called lattice point. Okay, the point at which particles are located in a crystal is called lattice point. Ready? Then what is a space lattice? പറയൂ. The three-dimensional arrangement of lattice point is called space lattice. Is called space lattice. Yes. The three-dimensional arrangement of lattice point is called space lattice. Then what is a unit cell? The smallest repeating unit in space lattice. The smallest repeating unit in space lattice is called unit cell. Okay, smallest repeating unit in space lattice is called unit cell. A unit cell is characterized by two parameters. Interplanar distances A, B, C and interfacial angles alpha, beta, gamma. Okay, ഇതെല്ലാം ഈ പറയുന്ന സമയത്ത് എല്ലാം എഴുതുന്നുണ്ടോ? നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും. Okay, yes. Next is ശ്രദ്ധിക്കുക. ഞാൻ സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ വഴി എഴുതി വെച്ചിട്ടുണ്ട്. Okay, 7 crystal system. അതായത് 7 crystal system. നമ്മൾ പറയില്ലേ A, B, C തുല്യമല്ല എന്ന് പറയില്ലേ? അതുപോലെ അതിന്റെ ആംഗിൾ മാറും. ഓക്കെ, അതിനനുസരിച്ച് 7 ടൈപ്പ് സിസ്റ്റം ഉണ്ട്. അതിന് എന്താണ് ഞാൻ ഒരു ഷോർട്ട് ഫോം പരീക്ഷയ്ക്ക് കേട്ടോ. കോട്ട് MRTH ഇത് 7 ടോട്ടൽ. അതിൽ കോട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയി വിചാരിച്ചോട്ടെ. അങ്ങനെ നല്ല കേട്ടോ. അപ്പൊ അതിലേക്ക് ഇത് C എന്ന് പറയുന്നത് C ക്യൂബിക്, O എന്ന് പറയുന്നത് ഓർത്തോഗോണിക്, T എന്ന് പറയുന്നത് ടെട്രാഗൺ. ഞാൻ ഈ മൂന്നിനെയും ഒരുമിച്ചാക്കാൻ കാരണം ശരിക്കും നോക്കി ക്യൂബിക് ക്യൂബിക് രണ്ടാമത്തെ ഓർത്തോറോമിക് പറഞ്ഞ് ഓർത്തോറോമിക് മൂന്നാമത്തെ ടെട്രാഗണൽ. എന്താണ് ടെട്രാഗണൽ? ഈ മൂന്ന് ഒരുമിച്ച് ഗ്രൂപ്പിലാക്കാൻ കാരണം നോക്കി ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി മൂന്ന് നോക്കി പഠിച്ചോ? ഏതൊക്കെയാണ് ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി? ക്യൂബിക്, ഓർത്തോറോമിക് ആൻഡ് ടെട്രാഗണൽ. പഠിച്ചില്ലേ? ക്യൂബിക്, ഓർത്തോഗോണിക്, ടെട്രാഗണൽ, ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. ഇനി ആ ഡിസ്റ്റൻസ് പഠിക്കാൻ വരുമ്പോൾ ഒന്നാം സെറ്റ് 3 ആദ്യം പഠിക്കുക, പിന്നെ 4 പഠിക്കുക. പഠിച്ചില്ലേ? ഫസ്റ്റ് സെറ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. ഫസ്റ്റ് ഓക്കെ A equal to B equal to C. അടുത്ത ഓക്കെ A not equal to B not equal to C. ലാസ്റ്റ് A equal to B not equal to C. പഠിച്ചില്ലേ? പറയാം ക്യൂബിക്, ഓർത്തോഗോണിക്, ടെട്രാഗണലിന്റെ ഇന്റർപോളാർ ഡിസ്റ്റൻസ് നോക്കാം. A equal to B equal to C, A not equal to B not equal to C, പിന്നെ A equal to B not equal to C. പഠിച്ചോ? ആ ലാസ്റ്റിലെയാണ് A equal to B not equal to C. ക്ലിയർ ആയോ? അപ്പോ എക്സാമിന് ഞാൻ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ എല്ലാവർക്കും എക്സാം ആണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം എക്സാമിൽ നമ്മൾ പൈസ പഠിച്ച കാര്യമില്ല. ഞാൻ ഇത് പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് സാധനങ്ങൾ എഴുതിയാണ്. ഓക്കെ, മറ്റുള്ള എക്സാമിൽ പഠിച്ചപ്പോൾ ഞാൻ എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് പഠിക്കാതിരിക്കാൻ പാടില്ല. കിട്ടേ? ഇനി അടുത്ത് നോക്കാം. അപ്പോ 3 പഠിച്ചല്ലോ. അടുത്ത 4 MRTH ആണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതി MRTH. MRTH മോണോക്ലിനിക്, റോബോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സാഗണൽ എന്ന് പറഞ്ഞാൽ പറയൂ. മോണോക്ലിനിക് പറയൂ. നെക്സ്റ്റ് റോബോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സാഗണൽ. പഠിച്ചില്ലേ? മോണോക്ലിനിക്, റോബോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സാഗണൽ. റോബോക്ലിനിക്കിന്റെ വേറെ പേരാണ് ട്രൈക്ലിനിക്. ഓക്കെ, ക്ലിയർ? ഇനി ഇതില് പഠിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പഠിക്കാൻ അത് ആൽഫബറ്റിൽ നമ്മൾ പഠിക്കും. ഞാൻ മെത്തേഡ് പറഞ്ഞില്ല, നോക്കിയത് ഇതിന്റെ മിഡിൽ റോബോക്ലിനിക്കലും ട്രൈക്ലിനിക്കും. ഓക്കെ, റോബോക്ലിനിക്കലും ട്രൈക്ലിനിക്കും
ആ റോംബോഹീഡ്രലില് ആൽഫ ബീറ്റ ഗാമ ഈക്വലിലൊക്കെ പക്ഷെ നോട്ട് ഈക്വലിലേക്ക് അതേപോലെ ട്രൈക്ലിനിക്കില് ആൽഫ നോട്ട് ഈക്വൽ ബീറ്റ നോട്ട് ഈക്വൽ ഗാമ നോട്ട് ഈക്വൽ ഡിഗ്രി പഠിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ റോംബോഹീഡ്രലും ട്രൈക്ലിനിക്കിലും അടി പഠിച്ചോ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ഡിഗ്രി പക്ഷെ ട്രൈക്ലിനിക്കിലോ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ഡിഗ്രി മനസ്സിലായോ എക്സാമ്പിൾ അതാണ് ഞാനിപ്പോ എഴുതിയ എക്സാമ്പിൾ പിന്നെ മോണോക്ലിനിക് പറയാം മോണോക്ലിനിക്കിൽ നോക്കി എ ബി സി ഇതാവും മോണോക്ലിനിക്കിൽ എന്താ പറയാ ആൽഫ ഈക്വൽ ടു ഗാമ ഡിഗ്രി ബീറ്റ നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് പഠിച്ചോ ഒരു രക്ഷയില്ല അല്ലേ ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു ഡിഗ്രി ബീറ്റ നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് ക്ലിയർ ആയോ ഇനി ഹെക്സാഡെനിലോ ഹെക്സാഡെനിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ഡിഗ്രി ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി പഠിച്ചില്ലേ ക്ലിയർ അപ്പൊ ആംഗിൾസ് പഠിച്ചല്ലോ ഇത് പറയാൻ പറ്റും റോംബോഹീഡ്രലും ട്രൈക്ലിനിക്കിലും ആംഗിൾ പറയാം റോംബോഹീഡ്രലിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു ഡിഗ്രി ട്രൈക്ലിനിക്കിലോ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു ഡിഗ്രി മനസ്സിലായി ഇനി എ ബി സി ഇങ്ങനെ ഡിസ്കസ് പഠിക്കുന്ന റിപ്പോർട്ട് പറഞ്ഞാൽ MRT ചോദ്യം ശരിയാ എന്നിട്ട് നേരെ നമ്മൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ ക്യൂബിക് ഓർത്തോഗോണൽ ട്രയാങ്കിൾ ഇതിൽ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി സ്റ്റാർട്ട് ചെയ്യാം നോക്കിയാ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ലാസ്റ്റ് ആണോ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ലാസ്റ്റ് സെറ്റ് രണ്ടിലും സെയിം ആണ് എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി പഠിച്ചോ അപ്പോൾ ഒന്ന് ഓർഡർ എ ഈക്വൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി നെക്സ്റ്റ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി നെക്സ്റ്റ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ക്ലിയർ ആയില്ലേ ലാസ്റ്റ് ആണോ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ഓർമ്മിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞത് ക്ലിയർ ആയോ എക്സാമ്പിൾ ഞാൻ എല്ലാ എക്സാമ്പിൾ എഴുതിയില്ല ഞാൻ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ക്യൂബിക് ഡയമണ്ട് സോഡിയം ക്ലോറൈഡ് സിങ്ക് സൾഫൈഡ് കോപ്പർ ഇത് ഏതൊരു എക്സാമ്പിൾ ആണ് പറയാം ക്യൂബിക്കിലെ എക്സാമ്പിൾ ഇതിലാണ് ഞാൻ എഴുതിയിട്ട് നെക്സ്റ്റ് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്ത മോണോക്ലിനിക്കിന്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഗ്ലോബൽ സോൾട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും പഠിച്ചില്ലേ അതേപോലെ തന്നെ നെക്സ്റ്റ് ചെയ്താ റോംബോഹീഡ്രലിൽ ഞാൻ എഴുതിയിട്ടില്ല ട്രൈക്ലിനിക്ക് പ്രത്യേകത മോസ്റ്റ് അൺസിമെട്രിക് സിസ്റ്റം ഇത് നോക്കിയത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി പിന്നെയോ ആൽഫ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് ഒന്നെങ്കിൽ ഒന്ന് ഈക്വൽ ആണോ അല്ല മനസ്സിലായില്ലേ which of the following is the most asymmetric system എന്ന് വെച്ചാൽ പറയും ഏതാണ് ട്രൈക്ലിനിക് അതിന്റെ എക്സാമ്പിൾ നമ്മൾ അറിയാം പൊട്ടാസ്യം സൈക്ലോമേറ്റ് ദിവസവും പഠിക്കാറുണ്ട് പൊട്ടാസ്യം സൈക്ലോമേറ്റ് അതുപോലെ കോപ്പർ സൾഫേറ്റ് 5H2O കോപ്പർ സൾഫേറ്റ് 5H2O അതുപോലെ തന്നെ Na2B4O7 NH2O പൈലറ്റ് പഠിച്ചത് ബോറാക്സ് Na2B4O7 NH2O ഞാൻ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എഴുതിയിട്ടു ഇടില്ലേ മുഴുവൻ എക്സാമ്പിൾ എഴുതിയിട്ടില്ല ഓക്കെ ദെൻ അതൊരു ഹെക്സാഗണൽ A equal to B not equal to C അതൊക്കെ പഠിച്ചില്ലേ പക്ഷേ എക്സാമ്പിൾ ഞാൻ ഗ്രാഫിക് എഴുതിയിട്ടുണ്ട് ഡയമണ്ട് ആദ്യം ഗ്രാഫിക് അവസാനം ഞാൻ എഴുതിയിട്ടില്ല ഇടില്ലേ ക്ലിയർ ഐഡിയ ഓക്കെ yes next types of unit cell and Bravais lattices types of unit cell and Bravais lattices okay appo namakkariyam oru unit cell ne characterize cheythu interplanar distances ABC യും പിന്നെ interface angle alpha beta ആണ് അതിനനുസരിച്ച് നമുക്ക് 7 യൂണിറ്റ് സെൽ കിട്ടും അല്ലേ 7 ടൈപ്പ് ക്രിസ്റ്റൽ കിട്ടിയ പക്ഷെ ഒരു ക്രിസ്റ്റലില് ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നോക്കിയിട്ടാണ് അതായത് ഞാനിപ്പോ ഏതാണെന്ന് പറയുന്നില്ല വെറുതെ ചിത്രം വരയ്ക്കാൻ ശ്രദ്ധിക്കുക ക്യൂബാണ് ഒതുങ്ങിയിട്ടെ ഇങ്ങനെ ശ്രദ്ധിക്കുക ഇതില് ക്യൂബാണ് ഞാൻ പറയുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ചിത്രത്തില് പാർട്ടിക്കിൾസ് കാണുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒരുപോലെ വരച്ചിട്ടില്ല ഇതിനറിയാം പാർട്ടിക്കിൾ കാണാവുന്ന സ്ഥലങ്ങൾ ഒന്ന് കോർണറാണ് കോർണർ നമ്മൾ കോർണറിൽ ഇങ്ങനെ പാർട്ടിക്കിൾ വരച്ചാൽ ഇതിങ്ങനെയല്ല 3 ഡയമെൻഷനിൽ വ്യൂ ആയതുകൊണ്ട് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ ഇവിടെ ഒരു കോർണർ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാവുക ഉണ്ടല്ലോ മനസ്സിലായോ അപ്പൊ ഞാൻ പാർട്ടിക്കിൾ വരച്ചു അങ്ങനെ കോർണർ പാർട്ടിക്കിൾസ് ആണ് അപ്പൊ ഞാൻ കോർണർ കംപ്ലീറ്റ് വരച്ചു മനസ്സിലായി കോർണർ പാർട്ടിക്കിൾസ് കാണുന്ന സ്ഥലമാണ് പിന്നെ പാർട്ടിക്കിൾ കാണുന്ന സ്ഥലം ഏതാണ് സെന്റർ സെന്റർ പിന്നെ ഫേസ് സെന്റർ ഇതല്ലേ ഫേസ് ഫേസ് അപ്പൊ പാർട്ടിക്കിൾ കാണുന്ന ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഏതായാലും ശരി
സെന്റർ, മൂന്നോ ഫേസ് സെന്റർ. മനസ്സിലായോ? അതിൽ പാർട്ടിക്കിൾസ് എല്ലാ കോർണറിലും ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയും. സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ്. സോ വാട്ട് ഈസ് എ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? എവിടെ പാർട്ടിക്കിൾസ് കാണാം? പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ഓൾ കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ. പഠിച്ചില്ലേ? അതാണ് ഇത് സിമ്പിൾ ഓർ പ്രിമിറ്റീവ്. പഠിച്ചല്ലോ? അത് ക്യൂബിക് ആണെങ്കിലും സിമ്പിൾ ഓർ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. അത് ഓർത്തോറോബിക് ആണല്ലോ, സിമ്പിൾ ഓർ പ്രിമിറ്റീവ് ഓർത്തോറോബിക് യൂണിറ്റ് സെൽ എന്ന് പറയും. പഠിച്ചോ? അപ്പൊ ഒരു 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ പാർട്ടിക്കിൾ കാണുന്ന സ്ഥലം ഏതൊക്കെയാണ്? കോർണർ, സെന്റർ, ഫേസ് സെന്റർ. പഠിച്ചില്ലേ? എല്ലാ കോർണറും സിമ്പിൾ ഓർ പ്രിമിറ്റീവ് പറയും. കോർണറിൽ കൂടാതെ ഈ സെന്ററിൽ കൂടെ വന്നാൽ ഞാൻ കാണിച്ചില്ല. കോർണറിൽ കൂടാതെ സെന്ററിൽ വന്നാൽ വരും അതിനെ നമ്മൾ ബോഡി സെന്റേർഡ് വിളിക്കും. എന്താ പറയുക? ബോഡി സെന്റേർഡ്. ക്ലിയർ? ക്ലിയർ ആയോ? അത് കൂടാതെ എല്ലാ ഫേസ് സെന്ററുകളും ഏതൊക്കെ ഫേസ് സെന്റർ? ഇതല്ലേ ഫേസ് സെന്റർ? ഇങ്ങനെയുള്ള ഫേസ് സെന്ററിൽ എല്ലാത്തിലും പാർട്ടിക്കിൾസ് കാണും. ഓക്കെ, ആ ഫേസ് സെന്റർ പറയാം. എല്ലാ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് കാണാം. അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മള് ഫേസ് സെന്റേർഡ് വിളിക്കും. ഫേസ് സെന്റേർഡ്. പഠിച്ചോ? ഫേസ് സെന്റേർഡ്. ഇനി ഞാൻ ഇതിനൊന്നും മാറ്റണം. അതായത് പാർട്ടിക്കിൾസ് കാണുന്നു എല്ലാ കോർണറിലും. പിന്നെ ഇതൊരു ഫേസ്, അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഇവിടെ ഉണ്ട് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ എൻഡ് സെന്റേർഡ് പറയും. എന്താ പറയാ? എൻഡ് സെന്റേർഡ്. അപ്പൊ ഇനി എല്ലാവരും എഴുതാൻ പറ്റില്ലേ? എന്തൊക്കെ എത്ര ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ട്? മൊത്തം 4 ടൈപ്പ്. എന്തൊക്കെയാണ്? സിമ്പിൾ ഓർ പ്രിമിറ്റീവ്. ഞാൻ കൂടുതൽ എഴുതിയാണ് സിമ്പിൾ ഓർ പ്രിമിറ്റീവ്. ഹിയർ particles present at all corners. Here particles present at all corners. Right? രണ്ടാമത്തെ ഏതാണ്? ബോഡി സെന്റേർഡ്. എന്താണ്? ബോഡി സെന്റേർഡ്. Here particles present at all corners and center. All corners and centers. Okay? All corners and centers of the unit cell. പഠിച്ചോ? So what is it? Body centered unit cell. Particles present at all corners and centers of the unit cell. പഠിച്ചോ? Okay? Then മൂന്നാമത്തേതാണ് face centered. എന്താ face centered? Here particles present at all corners as well as at the centers of the face. Okay? Corners and face centers. പഠിച്ചല്ലോ? All corners and face centers. പഠിച്ചില്ലേ? Okay? Particles present at all corners and face centers. എങ്ങനെ വിളിക്കും? ഫേസ് സെന്റേർഡ്. ഇനി എൻഡ് സെന്റേർഡ്. എൻഡ് സെന്റേർഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് present at all corners and two opposite face centers. മനസ്സിലായി? പാർട്ടിക്കിൾസ് present at all corners and two opposite face centers. അത് നിങ്ങൾ എഴുതിക്കൂടെ? ഓക്കെ? all corners and two opposite face centers. Right? ഇനി ബ്രവേഴ്സ് ലാറ്റക്സ് എന്ന് സാധനം. ബ്രവേഴ്സ് ലാറ്റക്സ് അതൊന്നുമില്ല. ഈ 7 യൂണിറ്റ് സെൽ ഉണ്ടെങ്കിൽ ആ 7 യൂണിറ്റ് സെല്ലും എല്ലാത്തിലും ഏത് ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്. എല്ലാത്തിലും ഏത് ഉണ്ടാവണം നിർബന്ധമില്ല. എല്ലാത്തിലും ഈ 4 ടൈപ്പ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോ അത് ഏതിലൊക്കെയാണെന്ന് പറയാനുള്ള ഞാൻ ഒരു റിപ്പോർട്ട് ആക്കി പറഞ്ഞില്ല. റിപ്പോർട്ട് പഠിച്ച നല്ലതാണ് കേട്ടോ. ഇതിന് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് മീനിങ് വേറെ അതുകൊണ്ട് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് ഫോം എഴുതില്ലേ? എന്താണ്? കോട്ട് MRTH എഴുതില്ലേ? അതിന് താഴെ ഒരു നമ്പർ ഇടുക. അതേപോലെ ഒരു നമ്പർ 342211 ഇടില്ലേ? ഒരു നമ്പർ എഴുതില്ലേ? ഓക്കെ? അപ്പൊ നോക്കേ 342211. ഈ 1 ആണെങ്കിൽ നോ ഡൗട്ട് ഇത് ഏതായാലും ശരി എന്തായാലും സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഈ 2 മാത്രമേ പ്രശ്നമുള്ളൂ. 2 ആദ്യത്തെ 2 കൃത്യമായി പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ? സിമ്പിൾ ഉണ്ടാവും, ബോഡി സെന്റേർഡ് ഉണ്ടാവും. ബോഡി സെന്റേർഡ്
പഠിച്ചോ? അതേപോലെ E2 ഉണ്ടോ? E2 അത് സിമ്പിൾ ആൻഡ് എൻഡ് സെന്റേഡ്. ഓക്കെ, എൻഡ് സെന്റേഡ്. ഇനി ഈ 3 മാത്രമേ അറിയണ്ടേ. 3 സിമ്പിൾ ഉണ്ടാവും, പിന്നെ ഏതാണ്, പിന്നെ ബോഡി സെന്റേഡ് ഉണ്ട്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്. ഈ 4 നാലുണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അറിയോ, ശരിക്കും ശ്രദ്ധിക്കാം. ക്യൂബിക്കിൽ ഏതൊക്കെ ടൈപ്പ് യൂണിറ്റ്സ് ഉണ്ട്? സിമ്പിൾ ഉണ്ട്, ബോഡി സെന്റേഡ് ഉണ്ട്, ഫേസ് സെന്റേഡ് ഉണ്ട്. അത് നമ്മൾ സിമ്പിൾ ക്യൂബിക്ക്, ബോഡി സെന്റേഡ് ക്യൂബിക്ക്, ഫേസ് സെന്റേഡ് ക്യൂബിക്ക് എന്ന് പറയും. 4 ഞാൻ എഴുതിയില്ല. 4 എന്ന് പറഞ്ഞാൽ എല്ലാം 4 പറയുന്നതൊക്കെ 4 ടൈപ്പ് യൂണിറ്റ് സെല്ലുകളും കാണപ്പെടുന്നത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ്? ഓർത്തോറോമിക്. ഏതൊക്കെ 4 ടൈപ്പ്? സിമ്പിൾ, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ് ആൻഡ് എൻഡ് സെന്റേഡ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ദെൻ നെക്സ്റ്റ് ഈ 2 ക്യൂബിക്കും ഓർത്തോറോമിക്. ഇനി ടെട്രഗണലിൽ രണ്ടെണ്ണമുണ്ട്. എന്തൊക്കെയാണ്? സിമ്പിളും ബോഡി സെന്റേഡും. ഈ രണ്ടെണ്ണം ശ്രദ്ധിച്ചു. ഓക്കെ, ടെട്രഗണലിൽ മോണോക്ലിനിക് രണ്ടുള്ളത്. ടെട്രഗണലിൽ സിമ്പിളിലെ മോണോക്ലിനിക് സിമ്പിളിലെ പിന്നെ ടെട്രഗണലിൽ ഏത് ബോഡി സെന്റേഡ് കൂടി എക്സ്ട്രാ ഉണ്ടാവും, മറ്റേതിലോ മോണോക്ലിനിക് എൻഡ് സെന്റേഡ് എക്സ്ട്രാ ഉണ്ടാവും. പഠിച്ചോ? ഞാൻ അടുത്തത് എല്ലാം ഓരോന്ന് മാത്രം സിമ്പിൾ മാത്രം. ഈ നമ്പേഴ്സ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 14 എടുക്കൂലേ? നോക്കി കിട്ടോ? അതാണ് 14 ബ്രവൈസ് ലാറ്റൈസസ്. ടോട്ടൽ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ including all the 7 crystal system. അതാണ് ഏത് ബ്രവൈസ് ലാറ്റൈസസ്. പഠിച്ചോ? ക്ലിയർ ആയോ? സോ ബ്രവൈസ് ലാറ്റൈസസിന്റെ എണ്ണം പരിശോധിച്ചിട്ടാണ്. There are 14 Bravais lattices. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. There are 14 Bravais lattices. പഠിച്ചോ? There are 14 Bravais lattices. Okay? Clear ആയില്ലേ? Okay.
ടൈപ്സ് ഓഫ് ക്യൂബിക് യൂണിറ്റ്സ്. അതായത് നമ്മളിപ്പോ നേരത്തെ എത്ര യൂണിറ്റ്സ് പറഞ്ഞു? ക്യൂബിക്കിന് മൂന്നെണ്ണം. അതൊക്കെ സിമ്പിൾ, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്. ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്, കുറച്ച് സമയം ലാഭിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക്കിൽ പാർട്ടിക്കിൾസ് പ്രസന്റ് ഓൺലി അറ്റ് കോർണേഴ്സ്. എന്നാണ് കോർണറിൽ മാത്രം. ഇതൊക്കെ ശ്രദ്ധിക്കുക. കോർണേഴ്സ് പാർട്ടിക്കിൾ വരയ്ക്കുന്നതിന് കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം. ഇപ്പൊ ആ പോയിന്റ് ജസ്റ്റ് സർക്കിൾ ചെയ്താൽ ഓക്കെ. പാർട്ടിക്കിൾസ് പ്രസന്റ് ഓൺലി അറ്റ് കോർണേഴ്സ്. ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ എഴുതി ചെയ്യണം. അടുത്തത് body centered cubic units are particles present at all corners and center of the cube. All corners and center of the cube. Okay. This is corner. This is center. This is body centered cubic. In face centered cubic, cubic ചിത്രം വരച്ചിട്ടുണ്ടല്ലോ. ആ ക്യൂബിൽ എവിടേക്ക് വരണം? കോർണറിലും ഫേസ് സെന്റർ. എത്ര ഫേസ് സെന്റർ ഉണ്ട് ക്യൂബിൽ? 6. അപ്പൊ 4 നമ്മൾ ശരി കാണണം. 4 ഫേസ് സെന്റർ കാണുന്നുണ്ടല്ലോ. ബാക്കി 2 ഇവിടെ ഉണ്ടാവാം. അതുകൊണ്ട് ഒന്നിവിടെ വരണം. ഓക്കെ. 6 ഫേസ് സെന്റർ. അപ്പൊ ഫേസ് സെന്റർ ക്യൂബിക്ക് ചോദിച്ചിരുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ഓൾ കോർണേഴ്സ് ആൻഡ് ഫേസ് സെന്റേഴ്സ് ഓഫ് ദി ക്യൂബ്. ക്ലിയർ? അപ്പോൾ ചിത്രം മനസ്സിലായോ? ഇനി ഞാൻ ഒരു ടെക്നിക്കൽ മൈൻഡിലാണ് ഇത് പഠിപ്പിക്കുന്നത്. കാരണം 3 ഡയമെൻഷനാണ് ഞാൻ പറഞ്ഞത്. Contribution of corner particle for a cube is equal to 1/8. അതിനർത്ഥം ഞാൻ പറയാം, ഇതാണ് ഒരു ക്യൂബിന്റെ കോർണർ. ഈ ഒരു ക്യൂബ് ഇതിന്റെ ഒരു കോർണർ 3 ഞാൻ വരച്ചില്ല. സ്റ്റാർട്ടിങ്ങിൽ സ്പേസ് ഡയറക്ഷൻ വരച്ചില്ലേ? അതേപോലെ മനസ്സിലാക്കുക. ഈ കോർണർ 8 ക്യൂബുകൾ ഒരുമിച്ച് ടച്ച് ചെയ്യും. 8 ക്യൂബുകൾ ഒരുമിച്ച് ടച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പാർട്ടിക്കിൾ, ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്യൂബിൽ എത്ര കിട്ടുക? 1/8 അല്ലെ? ഒരാള് ഒരു സാധനം 8 ആൾ വിധിച്ചെടുത്ത ഒരാൾക്ക് എഴുതാം 1/8. അതാണ് ഞാൻ എഴുതിയത്. കോൺട്രിബ്യൂഷൻ ഓഫ് കോർണർ പാർട്ടിക്കിൾ ഫോർ എ ക്യൂബ് ഈക്വൽ ടു 1/8. ക്ലിയർ? കോൺട്രിബ്യൂഷൻ ഓഫ് ഫേസ് സെന്റേർഡ് പാർട്ടിക്കിൾ ഫോർ എ ക്യൂബ് 1/8. എന്താണ് എഴുതുന്നത്? കോൺട്രിബ്യൂഷൻ ഓഫ് ഫേസ് സെന്റേർഡ് പാർട്ടിക്കിൾ ഫോർ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 1/8. അതെന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് ഫേസ്. അല്ലേ? ഈ ഫേസിനോട് മുകളിൽ ചേർന്നിട്ടാണ് അടുത്ത ഫേസ്, അടുത്ത ക്യൂബിന്റെ ഫേസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുക, 2 എടുക്കുക. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8. ഇനി സെന്ററിലെ പാർട്ടിക്കിൾസ് വേറെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ഓഫ് സെന്റർ പാർട്ടിക്കിൾ ഫോർ എ ക്യൂബ് 1. ക്ലിയർ ആയോ? ഇത് 3 എഴുതിയിട്ടാണ്. എന്തൊക്കെ എഴുതിയിട്ട് കോൺട്രിബ്യൂഷൻ ഓഫ് കോർണർ പാർട്ടിക്കിൾ ഫോർ എ ക്യൂബ് ഈക്വൽ ടു 1/8. Contribution of face centered particle for a cube equal to 1/8. Contribution of center particle for a cube equal to 1. Okay. Then അങ്ങനെയാണെങ്കിൽ എത്ര കോർണർ സിമ്പിൾ ക്യൂബിന്? 8. ആ 8 കോൺട്രിബ്യൂഷൻ ഒന്നിനെ അപ്പോൾ ഇതാണ് എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. അതായത് എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ അത് ഈക്വൽ ടു പറഞ്ഞിട്ട് സിമ്പിൾ ക്യൂബിക് ആവും 8/1/8. എത്ര? 8/1/8 അല്ലേ? 8/1/8 ഈക്വൽ ടു 1. എന്നാൽ ബോഡി സെന്റേർഡ് ആവുമ്പോൾ ഈ 8/1/8 എന്തായാലും ഉണ്ട്. കാരണം എല്ലാ ഓർഡറും പ്ലസ് സെന്ററിൽ ഒന്നല്ലേ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അപ്പോൾ 2 കൂട്ടിയാൽ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കേ? 2 മനസ്സിലായോ? ഇനി ഫേസ് സെന്റേർഡ് ആണല്ലോ. ഫേസ് സെന്റേർഡ് ആണെങ്കിൽ 8/1/8 എന്തായാലും ഉണ്ട്. പിന്നെ എവിടെയുണ്ട്? എത്ര ഫേസ് ഉണ്ട്? 6. എത്ര കോൺട്രിബ്യൂഷൻ? 1/8. 6/1 ഉണ്ടാവും 3. ആ 3 ഈ 1 കൂട്ടി എത്ര? 4. ക്ലിയർ ആയോ? 4. ശരിക്കും മനസ്സിലായോ? ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതിയ സാധനം ഒരു മിനിറ്റ് ആദ്യം പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നോക്കും